നമസ്കാരം. ഇപ്പോൾ എല്ലാ ചിത്രങ്ങളുടെയും വിജയാഘോഷത്തിന് സമ്മാനങ്ങൾ കൈമാറുന്നത് അങ്ങ് തമിഴിൽ മാത്രമല്ല, ഇവിടെ മലയാളത്തിലും ഇപ്പോൾ വളരെയധികം തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. അതിലൊരു വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു റോഷാക്കിന്റെ വിജയാഘോഷത്തിനിടയിൽ തന്നെ മമ്മൂട്ടി കൊടുത്ത സ്നേഹ സമ്മാനമായ റോളക്സ് വാച്ച്. ഇനി ഇപ്പോൾ മമ്മൂട്ടിക്ക് പകരം ആസിഫ് അലി പകരം എന്ത് നൽകുമെന്നതാണ് ചോദ്യം. പറഞ്ഞു വന്നത് രേഖാചിത്രത്തെ കുറിച്ച് തന്നെയാണ്. രേഖാചിത്രം ഇപ്പോൾ ഹിറ്റായി തന്നെ സിനിമകളിലും തിയേറ്ററുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പഴയകാല മമ്മൂട്ടി, പഴയകാല സിനിമകൾ, പഴയകാല ഷൂട്ടിംഗ് സെറ്റുകൾ, അങ്ങനെ പലതും തന്നെ ഈ ചിത്രത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഈ ചിത്രം എല്ലാവരുടെ മുന്നിലും എത്തിച്ചു. ഇത് ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ വലിയൊരു മാറ്റം കുറിക്കുകയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ്, അതായത് കിഷ്കിന്ധഗാനം പോലത്തെ സിനിമകൾ പുറത്തിറങ്ങുന്നതിന് കുറച്ചു കാലം മുൻപ് വരെ തന്നെ ആസിഫ് അലി സിനിമകൾ അത്ര വലിയ ഗ്രിപ്പ് ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആസിഫ് അലി സിനിമകൾ പഴയതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് പിടിച്ചു വരുന്നുണ്ട് എന്നതിനോട് വലിയ എക്സാമ്പിൾ ആണ് രേഖാചിത്രം എന്ന ചിത്രം. അതുകൊണ്ട് തന്നെ ആസിഫ് അലിയുടെ ഈ വലിയ ഹിറ്റായി മാറിയിരിക്കുന്ന രേഖാചിത്രത്തിന് മമ്മൂട്ടിക്ക് എന്ത് സമ്മാനമായിരിക്കും തിരികെ നൽകാൻ പോകുന്നതെന്നാണ് മമ്മൂട്ടി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്നേഹം മാത്രമേ നൽകാനുള്ളൂ എന്നാണ് ആസിഫ് ഇപ്പോൾ മമ്മൂക്കയോട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മമ്മൂക്കി ഒരു സ്നേഹ ചുംബനവും നൽകി. റോഷാക്കിന്റെ സമയത്ത് തന്നെ റോളക്സിന് പകരം മമ്മൂട്ടിക്ക് ആസിഫ് അലി എന്ത് കൊടുക്കുമെന്നതാണ് സോഷ്യൽ മീഡിയ പോലും ചോദിച്ചത്. ആസിഫ് പറഞ്ഞപ്പോൾ മമ്മൂട്ടി തന്നെ കവിൾ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ ആസിഫ് മമ്മൂട്ടിയുടെ കവിളിൽ ഓടിച്ചെന്ന് ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്തു. ആർക്കും കിട്ടാത്ത ഒരു അസുലഭ നിമിഷമാണ് ഇപ്പോൾ ആസിഫ് അലിക്ക് ലഭിച്ചത്. അതിന്റെ വില അദ്ദേഹത്തിന് തന്നെ മനസ്സിലാവുകയും അത് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്തു. രേഖാചിത്രം എന്ന സിനിമയുടെ വിജയാഘോഷ വേളയിലാണ് ഈ മനോഹരമായ നിമിഷം കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മമ്മൂക്ക സോഷ്യൽ മീഡിയ മുഴുവൻ തന്നെ ട്രെൻഡ് ചെയ്യുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. റോഷാക്കിന്റെ സമയത്ത് മമ്മൂക്ക എനിക്കൊരു റോളക്സ് തന്നിരുന്നു, തിരിച്ചു ഞാൻ എന്താ കൊടുക്കുക എന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട്. ആസിഫ് സ്നേഹത്തോടെ മമ്മൂട്ടിയോട് പറഞ്ഞു. ഉടൻ തന്നെ തന്റെ കവിള് ഒരു ഉമ്മ തരാൻ വേണ്ടി മമ്മൂട്ടി നീട്ടുകയായിരുന്നു, അങ്ങനെ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് കേട്ടതും ആസിഫ് അലി ഒന്നും നോക്കിയില്ല, ചാടി ഓടിച്ചെന്ന് മമ്മൂട്ടിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ നൽകി. മമ്മൂട്ടിയെ നായകനാക്കി നിസാം ബഷീർ സംവിധാനം ചെയ്ത സിനിമയാണ് റോഷാക്കിലെ ആസിഫ് അലി ഒരു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. എന്നാൽ ആസിഫിന്റെ മുഖം ചിത്രത്തിൽ പോലും ഒരിക്കൽ പോലും കാണിച്ചിരുന്നില്ല എന്നതാണ് സത്യം. മുഖംമൂടി ധരിച്ച കഥാപാത്രത്തിന്റെ കണ്ണുകൾ, ചലനങ്ങളാണ് ചിത്രത്തിന്റെ ഏറെ പ്രാധാന്യമുള്ള വേഷത്തിന്റെ ജീവൻ പകർന്നത്. ചിത്രത്തിന്റെ വിജയത്തിന് ഒരു പ്രധാന പങ്ക് വഹിച്ച ആസിഫ് അലിക്ക് ഒരു റോളക്സ് വാച്ച് ആയിരുന്നു മമ്മൂട്ടി എന്ന സ്നേഹ സമ്മാനമായി നൽകിയത്. ആസിഫ് അലി, അനശ്വര രാജൻ, മനോജ് കെ ജയൻ, സിദ്ദിഖ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തിയ രേഖാചിത്രം ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. 1985 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രമായ കാതോട് കാതോരത്തിന്റെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട ഒരു സാങ്കല്പിക കഥയാണ് രേഖാചിത്രത്തിന്റെ ഇതിവൃത്തം. കാതോട് കാതോരത്തിന്റെ നായകനായ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് രേഖാചിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മമ്മൂട്ടിയുടെ സമ്മതമില്ലെങ്കിൽ ഒരിക്കലും ഈ ചിത്രം ഉണ്ടാകില്ല എന്ന് ഇത് കാണുന്നവർക്ക് തന്നെ അറിയാം. മമ്മൂട്ടിയുടെ ഒരു ആരാധികയ്ക്ക് സംഭവിക്കുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള വാർത്തകളുമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും വൈറലായിക്കൊണ്ട് രേഖാചിത്രം മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആസിഫ് അലി നായകനായ ചിത്രത്തിൽ തിയേറ്ററിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ രേഖാചിത്രം ടീമിനോടൊപ്പം ചിത്രങ്ങൾ പങ്കുവച്ച് മമ്മൂട്ടി നൽകിയ അടിക്കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. രേഖാചിത്രം ടീമിനോടൊപ്പം സ്നേഹപൂർവ്വം മമ്മൂട്ടി ചേട്ടൻ, ഇങ്ങനെയാണ് ആസിഫ് അലിക്കും അനശ്വര രാജനും സംവിധായകൻ ജോഫിൻ ടി ചാക്കോയ്ക്കും ഒപ്പമുള്ള ചിത്രത്തിന് മമ്മൂട്ടി കുറിച്ച വാക്കുകൾ. കിഷ്കിന്ധഗാനത്തിന് ശേഷം തന്നെ ആസിഫ് അലിയുടെ കരിയറിലെ മറ്റൊരു വിജയം തന്നെയാണ് രേഖാചിത്രം എന്ന് എല്ലാവർക്കും അറിയാം. രേഖ എന്ന കഥാപാത്രത്തെയാണ് അനശ്വര അവതരിപ്പിക്കുന്നത്. താൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം പിന്തുണച്ച നടൻ മമ്മൂട്ടിയാണ് എന്ന് ആസിഫ് അലി ഒരിക്കൽ വേദിയിൽ വെച്ച് പറഞ്ഞിരുന്നു. തന്നെ മമ്മൂട്ടി എന്നും മമ്മൂക്ക എന്നും അഭിസംബോധന ചെയ്തിരുന്നു എന്നും തലമുറയെ കൊണ്ട് മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിപ്പിക്കാൻ കാരണമായത് രേഖാചിത്രം തന്നെയാണെന്ന് ചടങ്ങിൽ മമ്മൂട്ടി പറഞ്ഞു. എന്നാൽ മമ്മൂട്ടി ചേട്ടൻ എന്ന പേര് രേഖാചിത്രം എന്ന സിനിമയ്ക്ക് മുൻപ് തന്നെ സംഭവിച്ചതാണെന്നും അതുപോലെ തന്നെ മമ്മൂട്ടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചു തുടങ്ങുന്ന സമയത്ത് പ്രശസ്തമായ ഒരു ഹോട്ടലിന്റെ മേൽവിലാസമാണ് തന്റെ വിലാസമായി ഞാൻ ആ സിനിമ വരികയിൽ കൊടുത്തിരുന്നത്. ആ മേൽവിലാസത്തിൽ ഒരു ദിവസം 100-ലധികം കത്തുകൾ വരുമായിരുന്നു എന്ന് തന്നെ താരവും വെളിപ്പെടുത്തുന്നുണ്ട്.